നിലവിൽ അത്തരം ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല. തെക്കൻ ഇസ്രായേലിലുള്ള അരാദ, അതുപോലെ തന്നെ ദിമോണ എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ ഇത്തരം ആക്രമണം നടന്നത്. ഇസ്രായേൽ സമയം ഇന്നലെ വൈകിട്ടായിരുന്നു ഈ ആക്രമണങ്ങളെല്ലാം ഉണ്ടായത്. നിരവധി ഒരു കനത്ത നാശനഷ്ടം തന്നെ അവിടെ ഉണ്ടായി. വ്യാപകമായി നിരവധി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ഒരുപാട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഏതാണ്ട് 100ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടാണ് ഔദ്യോഗികമായിട്ട് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ 88 പേർ ഗുരുതരമായ അവസ്ഥയിൽ ആശുപത്രികളിൽ ചികിത്സയിലാണ്. പലരുടെ നില ഒരു നമുക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ എല്ലാ ഡിഫൻസ് സംവിധാനങ്ങളെയും തകർത്തുകൊണ്ടായിരുന്നു ഇറാന്റെ ഈ മിസൈൽ ആക്രമണം. ഇറാന്റെ കയ്യിലുള്ള 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈൽ വഴിയായിരുന്നു ഈ ആക്രമണം എന്ന് പറയുന്നത്. ഇതൊരു അത്യാധുനിക ലോങ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലാണ്. ഇതുവച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയത്. ഇസ്രായേൽ സൈന്യം തന്നെ സമ്മതിക്കുകയായിരുന്നു അവർക്ക് ഇറാന്റെ ഈ മിസൈൽ സംവിധാനത്തെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല, ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചില്ല എന്നെല്ലാം അവർ തന്നെ പറയുകയുണ്ടായി. ഈ ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അദ്ദേഹം പരസ്യമായി തന്നെ പ്രതികരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇസ്രായേലിന്റെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കും, ശക്തമായിട്ടുള്ള തിരിച്ചടികൾ ശത്രുക്കൾക്ക് നൽകും എന്നെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പ്രസ്താവനയ്ക്ക് ശേഷം ഇസ്രായേൽ ആർമിയുടെ ഭാഗത്ത് നിന്ന് ഒരു പത്രക്കുറിപ്പ് വന്നിരുന്നു. ഇസ്രായേൽ ആർമി ടെഹ്റാൻ കേന്ദ്രീകരിച്ച് ആക്രമണങ്ങൾ, തിരിച്ചടികൾ നടത്തുന്നതായിട്ടായിരുന്നു പറഞ്ഞത്. ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് തങ്ങൾ മിസൈൽ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്ന് IDF പ്രസ്താവന ഇറക്കി. അതിന് പിന്നാലെ ഇപ്പോൾ ടെഹ്റാനിൽ കൂടുതൽ സ്ഫോടനങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതായിട്ട് വിവരമുണ്ട്. അപ്പോൾ ഇറാന്റെ ഇസ്രായേലിലേക്കുള്ള തിരിച്ചടിയും അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അതിനുള്ള പ്രതികാരവും എല്ലാം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനിലുള്ള ചില ന്യൂക്ലിയർ ഫെസിലിറ്റികൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പ്രതികാരമായിട്ടായിരുന്നു ഈ ആക്രമണവും ഉണ്ടായത്. എന്തായാലും ഇറാനിലെ ആണവ നിലയങ്ങൾക്കും നിലവിൽ കേടുപാടുകളില്ല എന്നുള്ള വിവരമാണുള്ളത്. ഇവിടെ ഒരു ന്യൂക്ലിയർ എമർജൻസി എന്തായാലും പ്രഖ്യാപിച്ചിട്ടില്ല. ഇസ്രായേലിൽ നടന്നിട്ടുള്ള ആക്രമണവും സുരക്ഷിതമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ ഈ ദിമോണ അതുപോലെ ഈ അരാദ് നഗരങ്ങൾ കേന്ദ്രീകരിച്ച് ഇവയ്ക്കിടയിലായിട്ട് ഒരു ന്യൂക്ലിയർ ഗവേഷണ കേന്ദ്രമുണ്ടായിരുന്നു. അപ്പോൾ ഈ കേന്ദ്രം ലക്ഷ്യമാക്കിയാണ് ഇത്തരം ഒരു ആക്രമണം നടന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള നാശനഷ്ടങ്ങൾ തന്നെ ഈ സംഭവത്തോടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.